KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. NSU ദേശീയ അധ്യക്ഷന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. KSU സംസ്ഥാന ഭാരവാഹികളെ പരിഗണിച്ചില്ല എന്നതാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നാണ് പരാതി. അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ 5 പേരുകളാണ് KSU നിർദ്ദേശിച്ചത്. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ 2 ഭാരവാഹികളെ മത്സരിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രാജിവെച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് NSUI ദേശീയ അധ്യക്ഷന് രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് രാജിക്കത്ത് ഇപ്പോൾ NSU ദേശീയ അധ്യക്ഷന് കൈമാറിയിരിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിൽ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ പോലും പട്ടികയിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ രാജിക്കത്ത് ദേശീയ അധ്യക്ഷന് കൈമാറിയിരിക്കുന്നത്. അലോഷ്യസ് സേവ്യർ അടക്കം ഏതാണ്ട് 5 KSU സംസ്ഥാന ഭാരവാഹികളുടെ പേരാണ് KSU ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട KPC കത്ത് നൽകിയത്. അതിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നതാണ് പരാതി. KSUവിനെ പൂർണ്ണമായും അവഗണിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ചരിത്രത്തിലാദ്യമായി KSUവിനെ അവഗണിച്ചു എന്ന പരാതിയാണ്. കഴിഞ്ഞ കുറേ കാലമായി KSU സംസ്ഥാന അധ്യക്ഷന്മാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാറുണ്ട്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും KSU സംസ്ഥാന അധ്യക്ഷന്മാർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിത്വം ലഭിച്ച് MLA-മാരായി വന്നവരാണ് ഷാഫി പറമ്പിൽ. സതീശൻ പാച്ചേനി അധ്യക്ഷനായ സമയത്ത് സതീശൻ പാച്ചേനിക്ക് സീറ്റ് ലഭിച്ചിരുന്നു. പിന്നീട് KM അഭിജിത്തിന് ലഭിച്ചിരുന്നു. ഷാഫി പറമ്പിൽ ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലടക്കം 2 സംസ്ഥാന ഭാരവാഹികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചത്. ഈ തവണ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മാത്രമല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ആരെയും തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ല എന്നതാണ് പരാതി. കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങൾ, വലിയ സമരങ്ങൾ നടത്തി. നിരവധി സമരങ്ങൾ പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങി ജയിലിൽ ദിവസങ്ങളോളം കിടന്നു. അങ്ങനെ വലിയ പോരാട്ടം നടത്തിയ പോഷക സംഘടനയെ പൂർണ്ണമായും അവഗണിച്ചതിലുള്ള പ്രതിഷേധമാണ്. സംഘടനയിലെ പ്രവർത്തകരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് താൻ പദവി രാജിവെക്കുന്നു എന്നാണ് രാജിക്കത്തിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറയുന്നത്. അങ്ങനെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ്. K. സുധാകരൻ വിമത ഭീഷണി ഒരു ഭാഗത്ത് ഉയർത്തുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന വിദ്യാർത്ഥി സംഘടന, പോഷക സംഘടനയായ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പദവി രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൽ പൊട്ടിത്തെറി വലിയ തലത്തിലേക്ക്, സംസ്ഥാന തലത്തിലേക്ക് മാറുന്നു. KSU സംസ്ഥാന കമ്മിറ്റിയെ പൂർണ്ണമായും അവഗണിച്ചു. ചരിത്രത്തിലാദ്യമായി KSU സംസ്ഥാന അധ്യക്ഷന് സീറ്റ് നിഷേധിച്ചിരിക്കുന്നു എന്നാണ് ഈ രാജിക്ക് പ്രധാന കാരണം.